എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു സൂപ്പർ പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ള 4 പീസ് ബ്രെഡാണ്. അതുപോലെ തന്നെ ഇതൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സവാള ചെറിയതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തതും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചാറ്റ് മസാല ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ പീസ് ബ്രെഡും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പിസ്സ സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിസ്സ സോസ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഒറിഗാനോ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഒറിഗാനോ ആണ്. അതും ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് 4 എണ്ണത്തിലും. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയുടെ ഒരു മസാല ഇല്ലേ, ആ ഒരു മസാല ഇതിലേക്ക് 4ലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 4ലേക്കും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ബ്രെഡിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അറ്റത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്ലൈസ്ഡ് ചീസാണ്. 4 എണ്ണത്തിന്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു ചീസും ആ ഒരു 4 എണ്ണത്തിന്റെ മുകളിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയാണ് കേട്ടോ. മുട്ട ഇതുപോലെ റൗണ്ടാക്കി 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ഓരോന്നിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണത്തിൽ ഒരു മുട്ട എന്ന കണക്കിനാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. 4 മുട്ടയാണ് എടുത്തിരുന്നത്. അപ്പം ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത് ഓരോന്നിലേക്ക് നമുക്ക് 4 പീസായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടയെല്ലാം തന്നെ 4 എണ്ണത്തിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചെറിയതായിട്ട് പൊടിച്ചത് ഒന്ന് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 എണ്ണത്തിലേക്കും ആ ഒരു വറ്റൽമുളക് ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ ഇതിന്റെ മുകളിലേക്കും കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ ആ ഒരു ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് വളരെ കുറച്ച് മാത്രം ഇതുപോലെ നമുക്ക് മൊസറല്ല ചീസും കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 എണ്ണത്തിന്റെ മുകളിലേക്കും ഇതുപോലെ ഒരു മൊസറല്ല ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലൊന്നും അല്ലാട്ടോ വെക്കുന്നത്. നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിൽ പാനിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഒക്കെ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ആ ഒരു പാനിന്റെ ഒരു വലിപ്പം അനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് 2 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. 2 എണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലൊരു മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു മൂടിയിൽ എന്തെങ്കിലും ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി പുറത്തേക്ക് പോകരുത്. അതുപോലെ തന്നെ ഇത് ബ്രെഡാണ്, പെട്ടെന്ന് അടിയിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നന്നായി കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്ത് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മിനിറ്റിനൊക്കെ ശേഷം ഇതുപോലെ ഒരു മൂടിന്ന് തുറന്നിട്ട് കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന്റെ കാരണം നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പാനത്തിന് നല്ല ചൂടായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ നന്നായിട്ട് ആവി മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ ചീസ് നന്നായിട്ട് നമ്മൾ ഇതുപോലെ പാനിൽ ചെയ്യുന്ന സമയത്ത് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ആ ഒരു ബ്രെഡിലേക്ക് വെള്ളം ആകരുത്. സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം. എന്നിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് തീ നന്നായി കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. ആ ഒരു ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ ഒരു അടിഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മളൊരു ഫ്ലെയിമൊക്കെ കറക്റ്റായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായി മൊരിഞ്ഞൊരു രീതിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ
നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.